സണ്ണി ജോസഫ് സംസാരിക്കുന്നു. അവരൊക്കെ അത് നല്ല അംഗീകാരം കിട്ടിയിട്ടുണ്ട്. അവർക്ക് പകരക്കാരെ കണ്ടെത്താൻ പാർട്ടി നേതൃത്വം ആലോചിച്ച് സമയത്ത് തീരുമാനമെടുക്കും. അത് ആലോചിക്കും, തിരക്കില്ലല്ലോ, 2 മാസമായിട്ടില്ലല്ലോ. അപ്പോൾ ബഡ്ജറ്റ് സെഷനായിരുന്നു, അസംബ്ലി ആയിരുന്നു, അത്യാവശ്യ കാര്യങ്ങൾ. ഇപ്പം ഞാൻ തന്നെ ഇത് 13ാമത്തെ ജില്ലാതല യോഗമാണ് വൈദ്യുതിയുടെ നടത്തുന്നത്. അപ്പോൾ അങ്ങനെയുള്ള യാത്രകളുണ്ട്. പുതിയ മന്ത്രിമാരൊക്കെ അല്ലെങ്കിൽ വകുപ്പുകളൊക്കെ ആയിട്ട് പരിചയപ്പെടുകയും ജനങ്ങളും ജനപ്രതിനിധികളുമായിട്ട് കാര്യങ്ങൾ ആരാഞ്ഞ് തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യണം. ആ നടപടിയുടെ കൂടെ പാർട്ടി തലത്തിലും അതുപോലെ സംഘടനാ തലത്തിലും രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുക്കേണ്ടത് എടുത്തു തന്നെ. പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിസ്റ്റർ ഇപ്പോൾ പറഞ്ഞു ഞാൻ പല യാത്രകളാണെന്ന് പറഞ്ഞു. അപ്പോൾ സംഘടനാപരമായി സർക്കാരിലേക്ക് മാത്രമായി പാർട്ടി ചുരുങ്ങുന്നൊരു ഇല്ല, അതൊക്കെ നിങ്ങളുടെ വ്യാകുലത വളരെയേറെ ഞങ്ങളോടുള്ള സ്നേഹവും താല്പര്യമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിന് പ്രത്യേകം നന്ദി പറയുന്നു. അത് മാത്രമല്ല, ഞാനിപ്പോൾ പാലക്കാട് DCC പോയിട്ടാണ് വന്നത്. ഇപ്പോൾ തൃശ്ശൂർ DCCയിൽ ഇപ്പോൾ ഞാൻ പോയിട്ടാണ് വരുന്നത്. ഇപ്പം ഞാൻ ഈ 2 ഉത്തരവാദിത്വം നിർവഹിക്കുകയാണ്. അങ്ങനെ തന്നെ മുന്നോട്ട് പോകും. AICC തീരുമാനിക്കുന്നിടം വരെ മുന്നോട്ട് പോകും. നിങ്ങൾ അധികം തന്നെ നീട്ടണ്ട. അല്ല, ഇപ്പൊ ഈ യൂത്ത് കോൺഗ്രസ്സുകാരും KSCക്കാരും ഒക്കെ വ്യാപകമായി പോസ്റ്റ് ഇടേണ്ട ഒരു സാഹചര്യം, പ്രത്യേകിച്ച് ലീഡർമാരുടെ നിയമനത്തിൽ SFIക്കാരുടെ പ്രത്യേക താല്പര്യമല്ലോ ഉണ്ടോ? സംസ്ഥാനത്ത് വീണ്ടും വൈദ്യുതി നിയന്ത്രണം എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. വൈകുന്നേരം 7 മണി മുതൽ അങ്ങനെ ഉണ്ടോ? നിയന്ത്രണമുണ്ടോ? വൈദ്യുതിയുടെ കാര്യത്തിൽ നമുക്ക് ചില പോരായ്മ, ലഭ്യത കുറവുണ്ട്. വൈദ്യുതിയുടെ കാര്യത്തിൽ ലഭ്യത കുറവുണ്ട്. കാരണം മഴ കുറവാണ്. ഇന്ന് ഞാൻ പാലക്കാട് പോയി, അവിടെ മഴയില്ല. തൃശ്ശൂർ വന്നവരുടെ മഴയില്ല, മഴ കുറവാണ്. അപ്പോൾ മഴ കുറയുമ്പോൾ 2 കാര്യം. ഒന്ന്, നമ്മളുടെ സംഭരണികളിലെ വെള്ളത്തിൻ്റെ അളവ് കുറയുന്നു, 1 thing. സെക്കൻഡ്, ചൂട് കൂടുമ്പോൾ വൈദ്യുതിയുടെ ഉപയോഗം കൂടും. AC-യും ഫാനും കൂടുതൽ ഉപയോഗിക്കും, വൈദ്യുതിയുടെ ഉപയോഗം കൂടുന്നു. നമ്മളെ കഴിഞ്ഞ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ കൊടിയ ചൂടിൻ്റെ സമയത്ത് നമ്മൾ മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് വൈദ്യുതി വാങ്ങിയിട്ടുണ്ട്. ആ വൈദ്യുതി നമുക്ക് കൃത്യമായിട്ട് തിരികെ കൊടുക്കണം. അത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കേരളത്തിൻ്റെ പോരായ്മ പരിഹരിക്കാൻ കൂടുതൽ വില നൽകി നമ്മൾ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വൈദ്യുതി ഇപ്പം വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വാങ്ങി ഫുട്ബോൾ സമയത്തും രാത്രിയിലെ പീക്ക് ടൈമിലും വൈദ്യുതി സപ്ലൈ ചെയ്യാനുള്ള നടപടികളാണ് ഇപ്പോൾ സ്വീകരിച്ചു വരുന്നത്. പ്രതിസന്ധി ഉണ്ടല്ലേ? അപ്പോൾ പ്രശ്നങ്ങളുണ്ട്, ഇല്ലെന്ന് പറയുവാരും. നിയന്ത്രണം ഉണ്ട് പറഞ്ഞു.